ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മള് CBSE 10th ക്ലാസിന്റെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ റിയൽ നമ്പേഴ്സിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായിരുന്നു? റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് അറിയാം. ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സോട് ചേരുന്നതാണ് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ റിയൽ നമ്പേഴ്സിന് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷനിലേക്ക് വരുവാണ്. അപ്പോ അതിൽ തന്നെ നമുക്ക് ആ ഡെസിമൽ നമ്പേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ഉണ്ട്. മറ്റൊന്നോ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. ഈ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ഒന്ന് റെക്കറിംഗ്, അടുത്തത് നോൺ റെക്കറിംഗ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ഓക്കെ ആണല്ലോ. എന്താ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോ ഉദാഹരണത്തിന് 53.525 ഇവിടെ അങ്ങ് എൻഡ് ചെയ്തു. ഇതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. റെക്കറിംഗ് എന്ന് പറയുമ്പോഴോ എൻഡ് ചെയ്യുന്നില്ല, പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഉദാഹരണത്തിന് 32.777 എക്സെട്ര. ഇതെന്താണ്? റെക്കറിംഗ് ആണ്. അടുത്ത് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 5.323232 എക്സെട്ര. ഇതും എന്താണ്? റെക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള റെക്കറിംഗ് ആണ്. ഇതിൽ മറ്റൊരു നോക്കുകയാണെങ്കിലോ ഇപ്പൊ ഇവിടെ 2.13789 ഒരു ഓർഡർ ഒന്നുമില്ല, വെറുതെ അങ്ങ് പോവാണ്. അത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ്. അല്ലെങ്കിൽ 1.010010001 ഇങ്ങനെയാണ് പോകുന്നിരിക്കട്ടെ. ഇതും നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. കാര്യം അവിടെയും ഒരു പർട്ടിക്കുലർ നമ്പർ എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഡെസിമൽ നമ്പേഴ്സിന്റെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ആണ് പറയുന്നത്. അപ്പൊ മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽസും നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽസും കൂടെ ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. എന്താണ്? ഇതാണ് റാഷണൽ നമ്പേഴ്സ്. ഇതിനെ നമുക്ക് രണ്ടെണ്ണത്തിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം. ഈ ടൈപ്പിനെയൊക്കെ എങ്ങനെയാ P/Q ഫോമിൽ എഴുതാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ്. ഇത് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഫോമിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ റാഷണൽ നമ്പേഴ്സ്, അതായത് ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അതായത് റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതില് ഞാനൊരു എക്സാമ്പിൾ, ഞാനിപ്പോ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽസിനകത്ത് ഒരു എക്സാമ്പിൾ എടുത്തു. 0.375. ഇതെന്താണ്? ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എടുക്കാം? 375 ഡിവൈഡഡ് ബൈ 1000 എടുക്കാമല്ലോ. അപ്പോ ഇതിനെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 into 5 cube ഡിവൈഡ് ബൈ 1000 10 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 ക്യൂബ് into 5 ക്യൂബ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? ആ 5 ക്യൂബ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3/2 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് മറ്റൊരു ഡെസിമൽ ഞാൻ എഴുതാണ്. 0.0768. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 768 ഡിവൈഡഡ് ബൈ എത്ര പ്ലേസ് ഉണ്ട്? അല്ല, അപ്പൊ 10,000 അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 2⁸ into 3 ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിൽ 10⁴ ആണ്. ദാറ്റ് ഈസ് 2⁴ into 5⁴ എന്ന് എഴുതാം. ഇനി ഒന്ന് ക്യാൻസലേഷൻ നടത്തി കഴിഞ്ഞാൽ 2⁴ into 3 ഡിവൈഡ് ബൈ 5⁴. മറ്റൊരു നമ്പർ ഞാൻ എഴുതുന്നു. 0.085. ഇതിനെ എങ്ങനെ എഴുതാം? 85/1000 എന്ന് എഴുതാം. 85 എന്ന് പറയുന്നത് 5 into 17 ആണ്. ഇവിടെയാണെങ്കിൽ 10 ക്യൂബ് ആണ്. അപ്പൊ 2 ക്യൂബ് into 5 ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് അധികം സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡെസിമൽ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിപ്പോ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കി, ഈ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്ത ഒരു 3 ഞാനിപ്പോ എടുത്തു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല്
ഈ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്തതിന്റെ റാഷണൽ ഫോമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ റാഷണൽ ഫോമിലെ ഡിനോമിനേറ്റർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കി, ആ ഡിനോമിനേറ്ററിൽ ഇവിടെ 2 മാത്രം വന്നിട്ടുണ്ട്, 2ന്റെ പവർ വന്നിട്ടുണ്ട്, ഇവിടെ 5ന്റെ പവർ വന്നിട്ടുണ്ട്, ഇവിടെ 2ന്റെയും 5ന്റെയും പവർ വരുന്നുണ്ട്. നമ്മള് ശരിക്കും ഇന്ന് പഠിക്കാൻ പോകുന്ന തിയറങ്ങളിൽ ആദ്യത്തേത് ഇതാണ്. ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾ അതിന്റെ റാഷണൽ ഫോമിലേക്ക് എഴുതാണ്. P/Q ഫോമിൽ എഴുതുമ്പോൾ അതിന്റെ ഡിനോമിനേറ്ററെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെ നടത്തുന്ന ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, ഈ P/Q ഫോമിനകത്ത് പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 7 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കോമൺ പ്രോപ്പർട്ടി കിട്ടത്തില്ല. അപ്പോ ഡിനോമിനേറ്റർ പിയും ക്യൂവും കോപ്രൈംസ് ആക്കി നിർത്തിയിട്ട്, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എഴുതി വെച്ചു. ആ ഡെസിമൽ എക്സ്പാൻഷന്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ എന്തിന്റെ P/Q ഫോമിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി കഴിയുമ്പോൾ ക്യൂവിന്റെ ഏതിന്റെ ആ പിയുടെ വേണ്ട ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ നോക്കിയാൽ അതിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2, 2, 5 എന്ന് പറയുന്ന ഈ 2 പ്രൈം നമ്പേഴ്സേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, എന്താ പറഞ്ഞേക്കുന്നത്, ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു റാഷണൽ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ P/Q ഫോം റാഷണൽ ഫോം കൺസിഡർ ചെയ്യുന്നു. ആ P/Q ഫോമിലാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, പിയും ക്യൂവും കോപ്രൈംസ് ആക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്യൂവിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ ആ ക്യൂവിന്റെ ഫാക്ടറൈസേഷനിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ ചിലപ്പോൾ 2 കൂടെ വരാം. ഒന്നുകിൽ 2 മാത്രം, അല്ലെങ്കിൽ 5 മാത്രം, ഇല്ലെങ്കിൽ 2 ഒരുമിച്ച് വരാം. ഇതിന്റെ പവേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് തിയറം പറയുന്നത്. എന്താണ് ഇപ്പൊ ഫസ്റ്റ് തിയറം പറയുന്നത്? ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ലെറ്റ് എക്സ് ബി എ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ്, then x can be expressed in the form P/Q, where P and Q are coprimes, and the prime factorization of Q is of the form 2 raised to n into 5 raised to m, where m and n are non-negative integers. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു റാഷണൽ നമ്പർ കൺസിഡർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുന്നു, P/Q ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഉള്ള ഡിനോമിനേറ്റർ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, അതായത് കോപ്രൈംസ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോമിലായിരിക്കും, 2 raised to n into 5 raised to m എന്നുള്ള ഫോമിലായിരിക്കും. സിമ്പിൾ ആയിട്ട് പറയാം, ഒന്നുകിൽ 2ന്റെ പവർ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ 5ന്റെ പവർ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ 2ന്റെയും 5ന്റെയും പവേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. 2ന്റെയും 5ന്റെയും പവേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും രണ്ടും ഒരു പദമാണ്. ഇവിടെ തന്നെ നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ വേണമെന്നുണ്ട്. ഇവിടെ 5 ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് 17/2 ക്യൂബ് into 5 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നോക്കി, അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സംശയം മാറി കിട്ടും. 2ന്റെയും 5 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ പവേഴ്സ് സെയിം ആയിട്ട് വരണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. 2 raised to n into 5 raised to m എന്നാ പറയുന്നത്. അപ്പൊ പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആവാം. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് കണ്ടീഷൻ പറയുന്നത്, ഫസ്റ്റ് തിയറം പറയുന്നത്. വ്യക്തമായോ? അപ്പൊ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷന്റെ റാഷണൽ ഫോമിൽ പിയും ക്യൂവും കോപ്രൈംസ് ആക്കി നിർത്തുമ്പോൾ ആ ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷനും 2 raised to n into 5 raised to m എന്നുള്ള ഫോമിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് തിയറം. ഓക്കെ, നമുക്ക് സെക്കൻഡ് തിയറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേ കാര്യം തന്നെയാണ്, ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത്, മറ്റൊരു രീതിയിൽ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇതേ കാര്യം തിരിച്ചു പറയുകയാണ്. ഇപ്പൊ ഞാൻ ഒരു നമ്പർ കൺസിഡർ ചെയ്യുന്നത് 7/5 സ്ക്വയർ ആയിക്കോട്ടെ. 7/5 സ്ക്വയർ എന്ന് വെച്ചാൽ 7/25 അല്ലേ? ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ 100 ആവും. അപ്പൊ എത്ര കിട്ടും? 0.28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 0.28 എന്ന് കിട്ടും. അപ്പോ 0.28 എന്ന് പറയുമ്പോഴാ നോക്കിയേ, അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരെണ്ണം പറയാണ് 17/2 ക്യൂബ്. 17/2 ക്യൂബ് എന്ന് പറയുമ്പോൾ 17/2 ക്യൂബ് എത്രയാണ്? 8 അല്ലേ? 2 ക്യൂബ് 8 ആണ്. അപ്പം 16നകത്ത് 2 ടൈംസ്, 17നകത്ത് 2 ടൈംസ്, റിമൈൻഡർ 1 ആയതുകൊണ്ട് 1/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.125 ആണ്. അപ്പൊ 2.125 എന്ന് കിട്ടും. മറ്റൊരെണ്ണം പറയുകയാണെങ്കിൽ 73/2 സ്ക്വയർ into 5. 2 സ്ക്വയർ into 5 എന്ന് പറഞ്ഞാൽ 73/420 അല്ലെ? എന്ത് കിട്ടും? 7.3 അല്ലേ വരുന്നത്. അപ്പം 2, അപ്പം 3, 13നകത്ത് 6, റിമൈൻഡർ 1, 10നകത്ത് 5, 3.65 എന്ന് കിട്ടും. നോക്കി, നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന
അതിന്റെ എല്ലാം നമ്പേഴ്സിന്റെ എല്ലാം ഡിനോമിനേറ്റർ ഏത് ഫോമില? ഇവിടെ ഞാൻ 5 സ്ക്വയർ മാത്രം, ഇവിടെ 2 ക്യൂബ്, ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 5^1 എന്ന് പറഞ്ഞാൽ അതെല്ലാം ഏത് ഫോമില? 2n ഇൻറ്റു 5m എന്നുള്ള ഫോമില. ഒന്നെങ്കിൽ 2 മാത്രം അല്ലെങ്കിൽ 5 മാത്രം. ഈ 2 മാത്രം വരുന്നത് എങ്ങനെയാണ്? 5m ഇതങ്ങ് 0 ആയി പോകുന്നത്. 5^0 എന്ന് വെച്ചാൽ 1 ആയി പോകും. അപ്പൊ 2 മാത്രമേ വരത്തുള്ളൂ. അപ്പൊ 2n ഇൻറ്റു എന്താ 5m എന്ന രൂപത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഡെസിമൽ. ഓക്കെ, അങ്ങനെ വന്നതിന്റെ എല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? ടെർമിനേറ്റ് ചെയ്യുന്നില്ലേ? പിടിയിടുന്നുണ്ടോ? വേണമെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഇപ്പോ 2/2 വേണം. അപ്പൊ ഒരു 1/2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 2^1 ഇൻറ്റു 3^1. 5 അല്ലാതെ മറ്റൊരെണ്ണം വന്നു വെച്ചാൽ 1/6 ആണ്. 1/6 ഡെസിമൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം 0.1666 എക്സെട്രാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിങ്ങനെ ടെർമിനേറ്റ് ചെയ്യാതെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇതുകൂടി ഇപ്പൊ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ തിയറം കൂടി എന്റെ കൂട്ടത്തിൽ അങ്ങാവും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഏതൊരു റാഷണൽ ഫോമിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണോ ഏതാ 2n ഇൻറ്റു 5m എന്ന രൂപത്തിലുള്ളത്, ആ റാഷണൽ നമ്പറിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെസിമൽ. സോറി, ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക്. എങ്ങനെയാ? ഏതൊരു റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണോ 2n ഇൻറ്റു 5m എന്നുള്ള ഫോമിലുള്ളത്, അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്തിരിക്കും. അതായത് ഡിനോമിനേറ്റർ 2n ഇൻറ്റു 5. ഇവിടെ നമുക്ക് കോപ്രൈംസ് കണ്ടീഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഈ ഫോമിലാണെങ്കിൽ പിന്നെ കോപ്രൈം ആയാലും അല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഈ ഫോമിലാണോ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്തിരിക്കും? ടെർമിനേറ്റ് ചെയ്തിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് തിയറം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പറഞ്ഞ കേസിൽ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ, ഡിനോമിനേറ്റർ ഡെസിമൽ എക്സ്പാൻഷൻ 2n ഇൻറ്റു 5m എന്ന ഫോമിൽ അല്ലെങ്കിൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യത്തില്ല? ടെർമിനേറ്റ് ചെയ്യത്തില്ല. പക്ഷെ p/q ഫോമിലല്ലയോ? p/q ഫോമിലാണ്, അതായത് റാഷണൽ നമ്പർ ആണ്, ടെർമിനേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ റാഷണൽ നമ്പറിന്റെ കേസിൽ അത് ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെന്തായിരിക്കും? അത് റെക്കറിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫോമിലാണെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്, അതായത് 2n ഇൻറ്റു 5m എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. നിങ്ങൾ ടെക്സ്റ്റിനകത്തെ തിയറം എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് നെക്സ്റ്റ് തിയറം? തിയറം 1.6 പറയുന്നതാണ്, ലെറ്റ് x is equal to p/q be a rational number such that the prime factorization of q is of the form 2n into 5m, where m and n are non-negative integers. x has a decimal expansion which terminates. എന്നുവെച്ചാൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നുണ്ട്? p/q ഫോമിനകത്തെ ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഈ ഫോമിലാണ് കിടക്കുന്നതെന്ന് ഇരിക്കട്ടെ, അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്തിരിക്കും. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ലെറ്റ് x is equal to p/q be a rational number such that the prime factorization of q is not of the form 2n into 5m, where n and m are non-negative integers. Then x has a decimal expansion which is non-terminating, repeating or recurring. അതായത് ഈ രൂപത്തിൽ അല്ലെങ്കിൽ, അതായത് ക്യൂവിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഈ രൂപത്തിൽ അല്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആണ്. പക്ഷെ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ആദ്യ തിയറത്തിൽ അത് കൃത്യമായി പറഞ്ഞിരുന്നു, ഈ തിയറത്തിൽ അത് പറഞ്ഞിരുന്നില്ല. അപ്പോ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും പിയും ക്യൂവും എന്തായിരിക്കണം? കോപ്രൈംസ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രശ്നം പറ്റും. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോ 3/6 എന്നാന്നിരിക്കട്ടെ, 3/6. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ കോപ്രൈംസ് അല്ലാത്തൊരു കേസാണിത്. അപ്പൊ ഡിനോമിനേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2n1 ഇൻറ്റു 3^1. അപ്പൊ ഈ ഫോമിലല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം 3 ക്യാൻസൽ ആയി 1/2 കിട്ടും. 1/2 എന്ന് പറയുന്നത് എന്താണ്? 0.5. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ശരിക്കും തിയറത്തിൽ പറയാതെ വിട്ടുപോയത് കാര്യമാണ്. അത് എഴുതുമ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് എഴുതണം. അവിടെയും നിർബന്ധമായ ഒരു കാര്യമുണ്ട്. എന്താണ്? പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം. അത് വലിയ മാൻഡേറ്ററി അല്ലാത്തൊരു സിറ്റുവേഷൻ രണ്ടാമത്തെ തിയറത്തിലാണ്. ഡിനോമിനേറ്റർ ഈ ഫോമിലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിയും ക്യൂവും ഈ പറഞ്ഞ കോപ്രൈംസ് ആണോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് ഉറപ്പായിട്ടും ടെർമിനേറ്റിംഗ് ആയിരിക്കും. എന്നാൽ ഫസ്റ്റ് തിയറത്തിലും തേർഡ് തിയറത്തിലും നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഈ പി ക്യൂ ഇത് കോപ്രൈംസ് ആണെന്നുള്ള സിറ്റുവേഷൻ നിർബന്ധമായിട്ടും അത് പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ തിയറം ശരിക്കും എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കേസിൽ ഇങ്ങനെ ഒരു ഫോം വന്നാലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പറഞ്ഞത്, പക്ഷെ അത് എന്ത് ചെയ്യത്തില്ല? ടെർമിനേറ്റിംഗ് ആയിട്ട് നിൽക്കും. കാര്യം നോൺ ടെർമിനേറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് അതിനെ എന്ത് ചെയ്യത്തില്ല? പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാര്യം ഇത് കോപ്രൈംസ് അല്ലാത്ത കേസ് ആയതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഇതല്ലേ? അതായത് 3/6 എന്നൊരു കേസ് വരികയാണെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. 3/6 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 2
2:1 to 3:1 ആണ്. അപ്പൊ ഈ ഫോമിലല്ല. അപ്പൊ നമ്മൾ പഠിച്ച തിയറം പ്രകാരം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് നമ്മൾ എഴുതി വെച്ചാൽ അത് തെറ്റാ. കാര്യം എന്താ? ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഏത് ഫോമിലേക്ക് എഴുതാം? 3/6 1/2 ആണ്, 0.5 ആണ്. അപ്പൊ ആ തിയറം തെറ്റായതുകൊണ്ടല്ല, അത് ചെറിയ കാര്യം നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്കത് പറയാതെ വിട്ടുപോയതാണ്. എന്തായിരുന്നത്? കോപ്രൈംസ് എന്ന് പറയുന്ന കാര്യം അത് ചേർത്തിരിക്കണം. ഫസ്റ്റ് തിയറത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഇവിടെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ കാര്യം ഓക്കെ. അപ്പൊ 3 കാര്യം പറഞ്ഞേക്കുന്നത്. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ ഓർത്തിരുന്നാൽ മതി. ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ P/Q ഫോമിൽ എഴുതുമ്പോൾ പിയും ക്യൂവും എന്തായിട്ട് നിർത്തണം? കോപ്രൈംസ് ആക്കി നിർത്തുവാണെങ്കിൽ ആ ക്യൂവിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഏത് ഫോമിലായിരിക്കും? 2n into 5 എന്നുള്ള ഫോമിലായിരിക്കും. ഇനി ഒരു റാഷണൽ നമ്പറിന്റെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? P/Q ഫോം അല്ലെങ്കിൽ റാഷണൽ ഫോം കൺസിഡർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2n into 5 എന്നുള്ള ഫോമിലാണെങ്കിൽ തീർച്ചയായിട്ടും ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്തിരിക്കും. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? റാഷണൽ ഫോം അതും എന്തായിട്ട് നിൽക്കണം? കോപ്രൈംസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എടുക്കുമ്പോൾ 2n into 5 എന്നുള്ള ഫോമിൽ അല്ലെങ്കിൽ അതായത് 2ഓ 5ഓ അല്ലാതെ മറ്റേതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യത്തില്ല. ടെർമിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് അതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് എന്ന രീതിയിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം സെക്ഷൻ ലാസ്റ്റ് ഒരു എക്സസൈസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. ആ എക്സസൈസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.